ഈശോം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ മരണത്തിന് മുന്നോടിയായി തൻ്റെ ശിഷ്യന്മാരോട് ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ്. പ്രത്യേകിച്ച് തൻ്റെ മരണത്തെക്കുറിച്ചും സത്യാത്മാവ് പരിശുദ്ധാത്മാവ് വരുന്നതിനെക്കുറിച്ചുമൊക്കെയാണ്. അപ്പോൾ ഇവിടെ യേശുനാഥൻ ഒരു കാര്യം തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. അതിൻ്റെ കാരണം യേശുനാഥൻ മരണത്തെക്കുറിച്ചും അവൻ്റെ കടന്നുപോകലിനെക്കുറിച്ചൊക്കെ പറഞ്ഞതുകൊണ്ടാണ്. അപ്പം നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു എന്ന് യേശുനാഥൻ അവരെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിലൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, യേശുനാഥന് ശിഷ്യന്മാരുടെ ദുഃഖം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സാധാരണ രീതിയിലൊരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ ദുഃഖം മനസ്സിലാക്കുന്നത് അവൻ കരയുമ്പോഴോ അല്ലെങ്കിൽ അവൻ്റെ ഭാഗ്യചേഷ്ടകളൊക്കെ കൊണ്ടായിരിക്കും. പക്ഷെ ഇവിടെ ബാക്കിയമായ ഒരു അടയാളങ്ങളും ഇല്ല. ഇവർ കരയുകയാണോ കണ്ണുനീരൊഴുക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നത്. പക്ഷേ അവരുടെ ഹൃദയം അസ്വസ്ഥമാണെന്ന് യേശുവിന് മനസ്സിലാവുന്നുണ്ട്. ഹൃദയത്തിൽ നിങ്ങൾക്ക് വളരെ സങ്കടമുണ്ടെന്ന് യേശുവിന് മനസ്സിലാണ്. അപ്പം യേശുനാഥൻ അങ്ങനെ ശിഷ്യന്മാരെ മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ട്. വീണ്ടും യേശുനാഥൻ ഇത് പറയുമ്പോൾ യേശുവിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇവിടെ യേശുനാഥൻ കടന്നു പോകലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ പോകുന്നത് അവിടുന്ന് മരണത്തിന് ശേഷമുള്ള ഉദ്ധാനത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, അവിടുത്തെ മരണത്തെക്കുറിച്ചുമാണ്. കാരണം ഈ 16-ാം അധ്യായം യേശുനാഥൻ മരിക്കുന്നതിന് തൊട്ട് മുൻപുള്ള അധ്യായങ്ങളാണ്. യേശുനാഥൻ ശിഷ്യന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മരണത്തെക്കുറിച്ചൊക്കെ. അപ്പോൾ തൻ്റെ ദുഃഖത്തിൻ്റെ അവസ്ഥയിൽ, കാരണം ഈ വരാനിരിക്കുന്ന മരണം വളരെ ഭയാനകമായ മരണമാണ്, അഭിമാനിതനാകുന്ന മരണമാണ്, വളരെയേറെ പീഡകൾ അനുഭവിക്കേണ്ട മരണമാണ്, ദൈവത്വം പോലും ഉപേക്ഷിക്കേണ്ടുന്ന തരത്തിൽ വളരെയധികം താഴ്ന്ന രീതിയിലേക്ക് പോകുന്ന, മനുഷ്യനിൽ നിന്ന് പോലും ഒരു കളനിലേക്കും ഒരു അടിമയിലൊക്കെ പോകുന്ന രീതിയിലുള്ള വളരെ അപമാനകരമായ ഒരു മരണം. അപ്പോൾ ഇതൊക്കെയാണ്, മാത്രമല്ല കൂടെ ഉള്ളവരൊക്കെ ഉപേക്ഷിക്കുന്ന, ഒറ്റപ്പെട്ടു പോകുന്ന ആ ഒരു മരണത്തിൻ്റെ നിഴലിലാണ് യേശുനാഥൻ. എന്നിട്ട് പോലും സ്വന്തം ദുഃഖത്തിനല്ല യേശുനാഥൻ പ്രാധാന്യം നൽകുന്നത്. യേശുനാഥൻ പറയുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമായിരിക്കുന്നു. ഇനി ഈ ശിഷ്യന്മാരുടെ ഹൃദയം അസ്വസ്ഥമാകുന്നത് യേശുവിനോടുള്ള ആത്മാർത്ഥ സ്നേഹം കൊണ്ടൊന്നുമല്ല. യേശുവിൽ അവർ പ്രതീക്ഷിച്ചിരുന്ന കുറേയേറെ കാര്യങ്ങളാണ്. അതൊക്കെ പൂർത്തിയാകുന്നതിന് മുൻപേ യേശുനാഥൻ പോകുന്നു. അത് ഓർത്തിട്ടുള്ളൊരു സങ്കടം കൂടിയാണ്. ആത്മാർത്ഥമായ ചിലപ്പോൾ സങ്കടം ഉണ്ടാകും. കാര്യം അവർ യേശുവിനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു നമുക്ക് വിധിക്കാനൊന്നും പറ്റില്ലല്ലോ. ഒരു പക്ഷേ അവർ യേശുവിനെ സ്നേഹിച്ചിരുന്നിരിക്കാം ആത്മാർത്ഥമായി. അപ്പോൾ എന്തായാലും രണ്ട് രീതിയിൽ ചിന്തിക്കുമ്പോഴും അവരുടെ ദുഃഖം യേശുനാഥൻ മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ആത്മാർത്ഥമാണെങ്കിലും അല്ലെങ്കിൽ സ്വാർത്ഥമാണെങ്കിലും അവർ യേശുവിനെ സ്നേഹിച്ചിരുന്നു. ആ സ്നേഹം യേശുനാഥൻ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അവരുടെ ഹൃദയത്തിൻ്റെ ദുഃഖം. അപ്പോൾ അവരുടെ ബാഹ്യമായ അടയാളങ്ങളല്ല, അവരുടെ ആന്തരികമായ സങ്കടം പോലും യേശുനാഥൻ മനസ്സിലാക്കുന്നുണ്ട്. അതും അവൻ ഏറ്റവും ദുഃഖപൂരിതമായിരുന്ന ഒരു സമയത്ത് പോലും. അപ്പോൾ ഇത് നമുക്ക് തരുന്ന വലിയൊരു ആശ്വാസമുണ്ട്. യേശുനാഥൻ നമ്മുടെ ഹൃദയത്തെ പോലും മനസ്സിലാക്കുന്നുണ്ടല്ലോ, ഹൃദയ വ്യതകളെ പോലും മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് അവിടെ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സങ്കടങ്ങളിലും ദുഃഖങ്ങളുടെ അവസ്ഥയിൽ നമ്മളെ കാണാനോ നമ്മുടെ ഹൃദയം മനസ്സിലാക്കാനോ ഒരാളുണ്ട് എന്നുള്ളൊരു ബോധ്യം തന്നെ നമുക്ക് വലിയ ബലപ്പെടുത്തലാണ്. ആ ബലമാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത്. എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ട്, എന്നെ കരുതുന്നുണ്ട്. അപ്പോൾ ഇതേ ബോധ്യം നമുക്കും ഉണ്ടാവണം. നമുക്കും ചുറ്റുമുള്ള ചില മനുഷ്യരെ ബാഹ്യമായ അടയാളങ്ങളിൽ മാത്രമല്ല, അവരുടെ ആന്തരികമായ സങ്കടങ്ങളിൽ പോലും തിരിച്ചറിയാൻ നമുക്കും കഴിയണം, യേശുനാഥന് കഴിയുന്നത് പോലെ. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു ആശ്വാസമുണ്ട്. ദൈവം നമ്മളെ കാണുന്നുണ്ട്, സങ്കടങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കും, നമ്മളെ സഹായിക്കും. ഈ സങ്കടങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവൻ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ആ ആത്മാവിൻ്റെ ബലം എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള കഴിവ് നമുക്ക് തരും. അപ്പോൾ അത് മനസ്സിലാക്കുന്ന യേശുവിനെ നമ്മൾ മനസ്സിലാക്കണം. യേശു എന്നെ മനസ്സിലാക്കുന്നവനാണ്. അതുപോലെ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള പ്രാപ്തി നമുക്കും ഉണ്ടാവണം. അതിനുവേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവിൻ്റെ ബലം അതിന് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.